ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റിയിൽ ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 13/1/25 തിങ്കളാഴ്ച 23,088 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 78 പോയിന്റിന്റെ ഗ്യാപ്പപ്പിൽ 23,165 എന്ന ലെവലിലായിരുന്നു. ഇന്നലെ അവിചാരിതമായി വ്യക്തി ജീവിതത്തിലെ ചില ഒഴിച്ചുകൂടാനാകാത്ത ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്നലെയും ഇന്നും മാർക്കറ്റ് ശ്രദ്ധിക്കാനേ സാധിച്ചിരുന്നില്ല. നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായി ഇന്നലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പബ്ലിഷ് ചെയ്യാനും എനിക്ക് സാധിച്ചിരുന്നില്ല. നിങ്ങൾ ഒട്ടനവധി പേര് എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, എന്ത് പറ്റി സാർ, എന്തെങ്കിലും അസുഖങ്ങൾ, അപകടങ്ങൾ എന്നിങ്ങനെയൊക്കെ. നിങ്ങൾ ഓരോരുത്തരുടെയും ഈ സ്നേഹം, ഈ പ്രതീക്ഷ നിൽപ്പ്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് വേവ്സ് ഈ ലെവലിലോട്ട് വളർന്നു വന്നിട്ടുള്ളത്. തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കൺസിസ്റ്റൻസി, അത് ദിവസവും കൃത്യസമയത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് യൂട്യൂബ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റും വലിയ സഹായകമായിട്ടുണ്ട്. ഇന്നലെ അത് അത്തരത്തിലുള്ള നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധ്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചാനൽ ഓരോരുത്തർക്കും ഗുണകരമാകുന്നുണ്ട്, നമ്മുടെ ലെവലുകൾ, ട്രേഡിംഗ് ലെവലുകൾ എല്ലാവർക്കും സഹായകമാകുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കിട്ടാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ്. ഇന്നലെ ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ച ഒരു വീഴ്ചയല്ലാതാക്കി മാറ്റാൻ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ അത്തരത്തിലൊരു ട്രേഡിംഗ് പ്ലാൻ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഞായറാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഷെയർ ചെയ്തിരുന്ന ലെവലുകൾ ഇതായിരുന്നു. നമ്മുടെ ലെവലുകൾ ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച ഭീകരമായ വീഴ്ചയായിരുന്നു. ആദ്യം ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെങ്കിലും അവിടുന്ന് ഒരു നിശ്ചിത റേഞ്ച് വരെ, കൃത്യമായ ഒരു ലെവൽ വരെ അപ്പ് പോകുകയും അതിനുശേഷം പ്രൈസ് റിവേഴ്സായി പിന്നീട് ഭീകരമായ സെല്ലിംഗ് വന്ന് വളരെയധികം നല്ല ലെവലുകളിലേക്ക് വീണിരുന്നു. ഒത്തിരി പേര് എനിക്ക് പ്രോഫിറ്റിൻ്റെ പിയാൻഡലുകളും ശബ്ദ സന്ദേശങ്ങളും അയച്ചു തന്നിരുന്നെങ്കിലും അവയൊന്നും എനിക്ക് കൃത്യമായി നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ഞാൻ ഇത്തരത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാകാനാത്ത ചില ചടങ്ങുകളിലായിരുന്നു എന്നതാണ് കാരണം. ഇന്നും അതിൻ്റെ ബാക്കിയായി നടന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ സാധിച്ചിരുന്നില്ല. ഒരു ഗ്യാപ്പപ്പാണ് ലഭിച്ചത്. ഈ ഗ്യാപ്പപ്പ് ലഭിച്ചതിന് ശേഷം 1 മിനിറ്റ് 3 മിനിറ്റിനെ പരിശോധിച്ച് അപ്വേർഡ് ഡയറക്ഷനിൽ കൃത്യമായി ട്രേഡ് ചെയ്ത് ആ ലെവലിൽ നിന്ന് ടാർഗറ്റ് എടുത്ത്, ഇവിടെ തന്നെ നോക്കൂ നമ്മളുടെ ലെവലുകൾ എത്ര കൃത്യമായാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. പലപ്പോഴും ഇത് ഒരു കറക്കിക്കുത്താണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എങ്കിലും എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ലെവലുകൾ രേഖപ്പെടുത്താൻ കാരണമാകുന്നത് എന്നറിയാത്തത് കൊണ്ടാവാം നമുക്കങ്ങനെ തോന്നുന്നത്. പണ്ടൊക്കെ എനിക്കും ഇതിങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ വസ്തുതകളെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ തരത്തിലൊരു നിരീക്ഷണം ലഭ്യമായപ്പോൾ ഈ ലെവലുകളുടെ സാധ്യത മനസ്സിലാക്കുകയായിരുന്നു. 100% എപ്പോഴും വർക്ക് ചെയ്ത് കൊള്ളണമെന്നൊന്നുമില്ല. എങ്കിലും നമുക്ക് ഇതിനെ, ഈ ഷെയർ മാർക്കറ്റിന് ഊഹക്കച്ചവടം എന്ന ഒരു പേര് കൂടിയുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ആ തരത്തിൽ ഊഹിക്കാൻ ഒരു കാരണം എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ നിന്നും രേഖപ്പെടുത്തുന്ന ലെവലുകളാണിത്. പ്രൈസ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലെവലുകൾ ഇന്ന് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ പോസ്റ്റ് ചെയ്തിരുന്നില്ല, പുതിയ ലെവലുകൾ തന്നിരുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസമേ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളിൽ എത്ര വ്യക്തമായിട്ടാണ് പ്രൈസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കൃത്യമായും ബൈ ഓർഡർ, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ടാർഗറ്റ് എടുത്തവരുണ്ട്. അതിനുശേഷം പ്രൈസ് റിവേഴ്സ് ആകുന്നത് മനസ്സിലാക്കി കൃത്യമായ ട്രേഡുകൾ ചെയ്ത ഒട്ടനവധി പേർ എനിക്ക് പിയാനിൽ അയച്ചു തന്നിരുന്നു. ഒട്ടനവധി പേർ പേപ്പർ ട്രേഡ് ചെയ്ത് പരിശീലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിൽപ്പെട്ട കുറേയധികം പിയാൻഡലുകൾ പേപ്പർ ട്രേഡിൻ്റെ പിയാൻഡലുകൾ ഞാൻ പബ്ലിക് ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനമാവട്ടെ. ഇതാണ് അതിൻ്റെ വഴി. ഏതൊരു തൊഴിലും അത് നമ്മൾ ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ മാത്രമാണ് എക്സ്പേർട്ട് ആവുക. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഷെയർ മാർക്കറ്റിലെത്തിയിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഡിമാറ്റ് അക്കൗണ്ടും എടുത്തു, അതിൽ കുറച്ച് പണവും ഇട്ടു. ആരൊക്കെയോ പുട്ട് ഓപ്ഷൻ ചെയ്യാം, കോൾ ഓപ്ഷൻ ചെയ്യാം, സ്വിംഗ് ചെയ്യാം എന്നിങ്ങനെ കേട്ടു. നമ്മളും അതേ വഴി എന്താണതെന്ന് പഠിക്കാതെ ആ വഴി തന്നെ പിന്തുടരാൻ തീരുമാനിച്ചെടുത്ത് പരാജയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അത് പഠിക്കണമെന്ന ഒരു തിരിച്ചറിവോടുകൂടി ഒട്ടനവധി പേർ കടന്നു വരികയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട്
പരിശ്രമിക്കുന്നു, അവർ വിജയിക്കുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദമാണ്. അപ്പോൾ അത് നമ്മളുടെ ചാനലിലും ഇതാണ് റൂട്ട്, ഇത്തരത്തിലാണ് ഇതിനെ പരിശീലിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്കും ബോധ്യമാകട്ടെ എന്ന് കരുതിയാണ് അത്തരത്തിലുള്ള പേപ്പർ ട്രേഡിൻ്റെ ഹാൻഡിലുകൾ നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഇത്തരത്തിൽ ഫാളിങ് ലഭിച്ചതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് റിവേഴ്സ് ആകുന്നു. ആ റിവേഴ്സായ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കൃത്യമായും ഡേയ്സിലോ ടാർഗറ്റ് കൊടുത്ത് ഡേയ്സ് ഹൈ വീണ്ടും ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഡേയ്സ് ഹൈ ആദ്യത്തെ ടാർഗറ്റായി പ്രതീക്ഷിച്ചു. അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തൊട്ട് ഉടനെ ലഭിക്കാവുന്ന ലെവലുകളിലേക്ക് ടാർഗറ്റ് കിട്ടി. അവിടുന്ന് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ അതിനെ വീണ്ടും ട്രേഡ് ചെയ്തു. ഈ തരത്തിൽ ഇവിടെ വളരെയേറെ നേരം കൺസോളിഡേറ്റ് ചെയ്തിരുന്നു. അത് വ്യക്തമായി മാറി നിന്നവരുണ്ട്, എന്നാൽ കൃത്യമായി ട്രേഡ് ചെയ്തവരുണ്ട്. അതെല്ലാം പിന്നീട് ഞാൻ പരിശോധിക്കുമ്പോൾ ഈ ലഭ്യമായ ഹാൻഡിലുകളിൽ നിന്നും എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടനവധി പേർ ട്രേഡിംഗ് പഠിച്ചു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ലഭ്യമായ മൂവ്മെൻറ്റ്. അതിന് നന്നായി ട്രേഡ് ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന മറ്റ് ഇൻഡെക്സുകൾ നോക്കിയാലും അവിടെയും കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ചെയ്തിരുന്ന ലെവലുകൾ വളരെ കൃത്യതയോടെ സപ്പോർട്ടും റെസിസ്റ്റൻസുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ളവർ ആ ലെവലുകൾ ഒന്ന് പരിശോധിച്ച് എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കുക. ഇന്ന് ഞാൻ ഈ 3 ഇൻഡെക്സുകളുടെയും സാധാരണ പോലെ തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ഒരു ലൈക്കെങ്കിലും രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. 23,187 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ലോ 23,135 എന്ന ലെവലിൽ മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഉയരമായ 23,266 ആദ്യമായി ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നത് 23,431 എന്ന ലെവലാണ്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 344, 390 എന്നിങ്ങനെയുള്ള ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരമൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഈ ലെവലിന് മുകളിലും ഒരു ക്ലോസിംഗ് ലഭിക്കുന്നുവെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകളെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ പ്രൈസ് തരുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവലുകൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ രേഖപ്പെടുത്തിയവ. എന്നാൽ ഈ ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുക ആണെങ്കിൽ മാത്രമാണ് പ്രൈസ് വീക്കായേക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അനുമാനത്തിൽ നാം എത്തേണ്ടതുള്ളൂ. അത്തരത്തിൽ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ ലെവലും ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് ലഭിച്ചാൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി വീക്കായേക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ കാണുന്നത് 22,960, 914, 867 എന്നീ ലെവലുകളാണ് അവ. 48,723 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ലോ 48,428, 48,532 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 49,233 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നത്. അതിനിടയിൽ ഇന്നത്തെ ഉയരം ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി 49,009 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും ഈ ലെവലും വളരെ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റിയൊക്കെ മൂവ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു 1000 പോയിൻ്റൊന്നും
ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്വേഡ് ആണെങ്കിലും ഡൗൺവേഡ് ആണെങ്കിലും അത് അതേ സ്ട്രെങ്തിൽ അങ്ങ് മൂവ് ചെയ്തേക്കാം. അത്തരത്തിൽ ലഭിക്കുമ്പോൾ ഇത് അത്ര ദൂരമുള്ള അത്ര റേഞ്ചുള്ള ഒരു ടാർഗറ്റ് ലെവലല്ല. അതുകൊണ്ട് തന്നെ തൊട്ട് മുകളിലുള്ള 49,363 അതുപോലെ 49,516 എന്നീ ലെവലുകളും അടുത്ത ഓരോ റെസിസ്റ്റൻസുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് കൃത്യമായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 49,009 എന്ന് പറയുന്നത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്ന പക്ഷം വീണ്ടും ഈ തരത്തിൽ പ്രൈസ് അപ്വേർഡ് ഗ്രാജുവലി മൂവ് ചെയ്തേക്കാം. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 48,428 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം ഇന്നത്തെ ലോ ആദ്യത്തെ ടാർഗറ്റ് 48,234. അതിനുശേഷം അതിൻ്റെ താഴെ ക്ലോസിംഗ് ആണെങ്കിൽ ഈ ലെവലുകൾ ഇത്തരത്തിൽ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 47,894 എന്ന കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് കാര്യമായി വീക്കായേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ആ ലെവലുകൾ നമ്മൾ മുൻപേ നമ്മുടെ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 76,557 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു മൈനർ സപ്പോർട്ടായി 76,448 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഇന്നത്തെ ഉയരമാണ് 76,839 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് മുകളിലോട്ടായി 76,991, 77,129, 270, 384 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 77,384 അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അതൊരു സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് അവ വ്യക്തമായി കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 76,316 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചത്തെ അതായത് 76,248 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാമെന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 75,966, 760, 587, 296 എന്നിങ്ങനെയാണ് ആ ടാർഗറ്റുകൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാന്. എല്ലാ ലെവലുകളും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.
നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഗുണകരമാണ് എന്ന് ബോധ്യമായാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ താഴെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യം തോന്നിയാൽ തീർച്ചയായും ആ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്